നമ്മുടെ കർത്താവ് ദിനംതോറും ചെയ്യാനായി പറഞ്ഞ ഏക കാര്യം ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കുക എന്നുള്ളതാണ്. ക്രൂശെടുക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ യേശു പറഞ്ഞിരിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നത് എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. ഇതിൽ നിന്നും ക്രൂശെടുക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം ഗ്രഹിക്കാം. ഒരു വാചകത്തിൽ പറഞ്ഞാൽ എൻ്റെ ഇഷ്ടം ചെയ്യാതിരിക്കുന്നതാണ് ക്രൂശെടുക്കുക എന്നതിനാൽ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ദിനം പ്രതി ക്രൂശെടുക്കണം എന്ന് യേശു പറഞ്ഞപ്പോൾ എൻ്റെ ഇഷ്ടമല്ല, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണമെന്നാണ് താൻ ആഗ്രഹിച്ചത്, അർത്ഥമാക്കിയത്. കള്ളം പറയാനായിട്ട് നാം പരീക്ഷിക്കപ്പെടുമ്പോൾ അതുമൂലം നമുക്ക് എന്തെങ്കിലും പ്രയോജനമൊക്കെ ലഭിച്ചെന്ന് വരാം. എന്നാൽ കർത്താവ് പറയുന്നു, നീ നിൻ്റെ സ്വന്തം ഇഷ്ടത്തിന് മരിക്കണം. അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് മരിക്കുമ്പോൾ, കള്ളം പറയാതെ നാം ജീവിക്കുമ്പോൾ അതുമൂലം ലഭിക്കുന്ന ഒരുപാട് നന്മകൾ നഷ്ടമായി എന്ന് വന്നേക്കാം. എന്നാൽ നാം കള്ളം പറയുമ്പോൾ നാം നമ്മുടെ ആത്മീക ജീവിതത്തെ നശിപ്പിക്കുകയാണ്. അത് 1-ാം ക്ലാസ്സിൽ നിന്ന് നഴ്സറിയിലേക്ക് മടങ്ങിപ്പോകുന്നതിന് തുല്യമാണ്. അങ്ങനെ തുടർന്നാൽ സ്കൂളിൽ നിന്ന് തന്നെ വെളിയിലാകുന്ന അവസ്ഥ സംജാതമാകും. പല ദൈവമക്കൾക്കും സംഭവിക്കുന്നത് ഇപ്രകാരമാണ്. ആയതിനാൽ വളരെ സൂക്ഷ്മതയോടെ കർത്താവിൻ്റെ പ്രമാണങ്ങളെ പാലിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.